പിന്നീട് നൈറ്റിലൊരു കൊറിയർ വന്നിനെ ബേക്കിങ്ങിൻ്റെ സാധനങ്ങളാണ്. കേക്ക് സ്പെയർ എന്ന് പറഞ്ഞ ഓൺലൈൻ പേജിൽ നിന്ന് വന്നതാണ് കേട്ടോ. അങ്ങനെ രാവിലെ അത് അൺബോക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഈവനിങ് വൈദ്യരങ്ങാടിക്ക് ഒരു സർപ്രൈസ് കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. പ്രവാസി നിന്നൊരു വർക്കാണ് കേട്ടോ, വുഡ് ബീക്ക് വേണ്ടിയിട്ട്. എന്തായാലും കേക്കൊക്കെ സേഫായിട്ട് അവിടെ എത്തിച്ചിട്ടോ. ഇവളെൻ്റെ കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ നല്ല കമ്പനിയാണ് കേട്ടോ. പെട്ടെന്ന് അവൾ എന്നെ കണ്ടപ്പോൾ വല്ലാണ്ട് അങ്ങായി കേട്ടോ. അവളൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഞാൻ ഈ കേക്കായിട്ട് വരുന്നത്. പിന്നീട് ഞങ്ങൾ പെട്രോൾ അടിച്ച് പോന്നു കേട്ടോ അവിടെ നിന്ന്. ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നീട് ഒരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് ആ ദിവസം ഏട്ടനും കൂടി കേട്ടോ കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പെരുമൂത്ത് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പോയതാണ് കേട്ടോ കേക്ക്. കസ്റ്റമൈസ്ഡ് കേക്കായിരുന്നു കേട്ടോ. എന്തായാലും അത് അവർ ഡെലിവറി ചെയ്ത് കൊടുത്തിട്ടോ. ഞാൻ പിന്നെ അടുത്ത എൻ്റെ വർക്കിലേക്ക് പോന്നു കേട്ടോ. ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. കസ്റ്റമൈസ്ഡ് കേക്കായിരുന്നു കേട്ടോ. എന്തായാലും ഫൈനൽ ലുക്ക് രണ്ടാൾക്കും നല്ല ഇഷ്ടമായിട്ടോ. രണ്ടാളും നല്ല ഫീഡ്ബാക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ബേക്കിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ തിയേറ്ററിൽ